ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ എങ്ങനെയാണ് റെഡി ആവുന്നത് എന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇത് കാണിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, രാവിലെ ഞാൻ കോളേജിലോട്ട് കെട്ടിയെടുക്കുമ്പോൾ എന്നെ കാണുന്നവരൊക്കെ ദേ പുട്ടി വരുന്നു, പുട്ടി വാരിയടിച്ചിട്ടുണ്ടല്ലോ, ഇമാതിരി ഡയലോഗുകൾ അടിക്കാറുണ്ട്. ഈ പറഞ്ഞ പുട്ടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുട്ടിയിടാം. മോയ്സ്ചറൈസർ ആണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. മോയ്സ്ചറൈസർ ഞാനങ്ങനെ കോളേജിൽ പോകുമ്പോൾ ഇടുന്നൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ എന്താ പറയുക, വല്ലപ്പോഴും ഇട്ടാലുള്ളൂ, അല്ലാണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ സാധനം അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇടണം. സ്കിൻ കെയർ റൊട്ടീനിൽ ഞാനിത് ചെയ്യാറുണ്ട്. പക്ഷേ രാവിലെ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സാധനമൊന്നും ഇട്ട് വെയിലത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, പക്ഷേ ഈ ഇടുന്ന സാധനം ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്, എവിടെ പോയാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മുടിയിൽ പറ്റി ഓക്കെ ഇടാറുണ്ട്. ഇത് ഫേസ് ബ്രൈറ്റനിങ് ക്രീമാണ്. ഇത് ഹിമാലയയുടെ ഏതായിരുന്നു, നാച്ചുറൽ ഗ്ലോ കേസാർ ഫേസ് ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ് ക്രീമാണ്. ഭയങ്കര അടിപൊളി സാധനമാണ്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസ് ക്ലിയർ ആകുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ദിവസത്തിൽ ക്ലിയർ ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. എത്ര നേരം ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ഗ്ലോ ഉണ്ടാവും. രാവിലെയൊക്കെ നല്ല ഗ്ലോ ഉണ്ടാവും. ഒരുപാട് വെയിലത്തൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ, കുറച്ച് നേരം മീൻസ് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ പോവായിരിക്കും അങ്ങനെ. എന്നാലും ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ കാണും. പിന്നെ സൺസ്ക്രീൻ ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുവാണല്ലോ. അപ്പോൾ സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇല്ല, മീൻസ് ഇടുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ബാമാണ്. മിനിമലിസ്റ്റിൻ്റെ SPF 20 ഉള്ള ലിപ് ബാമാണ്. മിനിമലിസ്റ്റിൻ്റെയാണ്, നല്ലതാണ്. രാത്രി ഇട്ട് കിടക്കുകയാണെങ്കിലും രാവിലെ ലിപ്പിന് ഭയങ്കര അടിപൊളിയായിരിക്കും. രാവിലെ എഡിറ്റ് വരുമ്പോൾ ലിപ്പ് ഭയങ്കര അടിപൊളിയായിട്ടിരിക്കും. അങ്ങനെ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ, കുറച്ച് നേരം മുന്നേ തന്നെ ലിപ് ബാം യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തുടച്ച് കളയാം. അതല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, കണ്ണെഴുതാൻ പോവുകയാണെന്ന് തോന്നുന്നു. യെസ്, കണ്ണെഴുതാൻ പോവാം. കണ്ടോ, ഫോണിൽ നോക്കി കണ്ണെഴുതാൻ പറ്റുന്നില്ല. അപ്പം ആ സൈഡിൽ കാണുന്നത് വീടിൻ്റെ ജനൽ, അതിൽ കൂടെ കാണാൻ പറ്റും. അതാ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയത്. യെസ്, ഫോണിൽ നോക്കി എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ എഴുതി. ഇത് ഏതാ? ഇത് മെയ്ബ്ലൈൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇത് പക്ഷേ കുറേ നേരം നിൽക്കും. എനിക്കാണെങ്കിൽ ഐലൈനറും ലിപ്സ്റ്റിക്കും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം. കാരണം അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ്. ഞാനങ്ങനെ എല്ലാ ദിവസവും രാവിലെ കോളേജിൽ പോകുമ്പോൾ ഐലൈനർ എഴുതി കൊണ്ടുപോകുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് നിൽക്കണം. അപ്പോൾ ഇത് നല്ലതാണ്, കാരണം ഇത് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ എഴുതിയാലും വൈകുന്നേരം ഒക്കെ ആവും, വൈകുന്നേരമൊക്കെ കഴിയും. അതും അതിൻ്റെ പകുതിയൊക്കെ അപ്പോഴും കണ്ണിൽ കാണും, ചിലപ്പോൾ കുറച്ചൊക്കെ പോയിട്ടുണ്ടാവത്തുള്ളൂ. അപ്പം നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തതിൽ നല്ല ഐലൈനറാണ്. അപ്പം അങ്ങനെ. പിന്നെ എന്താ, ഓക്കെ ഗൈസ്, കണ്ണെഴുതി കഴിഞ്ഞു. കണ്ടോ, കണ്ണെഴുതിൻ്റെ ആ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി അടുത്തത് എന്തോ തപ്പിക്കൊണ്ടിരിക്കുക. എന്താണാവോ, ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു. അല്ല, പെട്ടി. യെസ്, അതാണ് എൻ്റെ പുട്ടി ഇടുന്ന പെട്ടി. മീൻസ് എൻ്റെ പുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന പെട്ടിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ ഐറ്റംസും ഉള്ളത്. അപ്പോൾ ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണെന്നാണ് എൻ്റെ ഒരു യെസ്, ലിപ്സ്റ്റിക്. അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. കണ്ടാ അത് പോയി കഴിഞ്ഞുള്ള ടെൻഷൻ ഉണ്ടാവും. ഒന്ന് വീണ് പൊട്ടി തീർന്നു പോകും. ലിപ്സ്റ്റിക്കാണ് എൻ്റെ ഫേവറേറ്റ്.
ശരിക്കും ലിപ്സ്റ്റിക്കാണ് ഗെയിം ചേഞ്ചറും. കാരണം ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മുഖം അങ്ങ് കയറി ബ്രൈറ്റ് ആവും. ഇതുവരെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിതൊക്കെ ഇടണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്നും വിചാരിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, സമയം പോകും. അതുകൊണ്ട് ഇതൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇടുക, ഇട്ട് സന്തോഷിക്കാം, ഇത്രയും പറയാറുള്ളൂ. അപ്പോൾ ലിപ്പ് ലൈനർ ആണെങ്കിൽ ലിപ്പ് ലൈനർ വെച്ചാണ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ലിപ്പ് ലൈനറിൻ്റെ മൊന ഇല്ല, അതിൻ്റെ അകത്തില്ല. അപ്പോൾ ഞാൻ കട്ടർ നോക്കി, ബ്ലേഡ് നോക്കി, ഒക്കെ നോക്കി, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ലൈൻ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലതായിരുന്നു. അതിൻ്റെ മേളിൽ ഞാൻ ആ മറ്റേ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടിട്ട് നല്ലയാകുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് പാളിപ്പോയി ഗൈസ്. ലിപ്സ്റ്റിക്ക് പാളിപ്പോയി. പക്ഷേ അതിട്ട് കഴിഞ്ഞിട്ട് പാളി കുഴപ്പമില്ല. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, സെറ്റ്. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത് എന്താ? ഇനി ഞാൻ കുറേ സ്പ്രേ അടിക്കും. സ്പ്രേയും അത്തറും ഒക്കെ വാരി അടിച്ചുകൊണ്ട് പോകും. എനിക്ക് മണമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മണമുള്ളത്. അപ്പം നല്ല മണം എനിക്കിഷ്ടമാണ്. അങ്ങനെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞില്ലേ? അതെ, എടുത്തു ഗായ്സ്. സിയാറ്റിലയുടെ എനിക്ക് എൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരു അത്തറും കൂടി ഞാൻ എടുക്കും. ബ്ലൂ ലേഡിയുടെയാണ്. കീടില്ലാൻ സ്മെല്ല്. എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ എക്സ്പ്രഷൻ ഞാനിപ്പോൾ അവിടെ ഇടുന്ന കാണാം. മണം കിട്ടിയിട്ട് ഐ തിങ്ക് ഞാനത് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അല്ല, അയ്യോ കണ്ടില്ലേ, കട്ട് ചെയ്തു, സോറി ഗൈസ്. ഓക്കെ, കഴിഞ്ഞു. അപ്പം മുടി കെട്ടിയാൽ മതി. മുടി കെട്ടത്തില്ല ഞാൻ മിക്കപ്പോഴും, ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പുറകിൽ ക്ലിപ്പ് കുത്തും. അങ്ങനെയൊക്കെ ഭയങ്കര ഒന്നില്ലെങ്കിൽ അഴിച്ചിടും, അല്ലെങ്കിൽ പുറകിൽ ജസ്റ്റ് ക്ലിപ്പ് കുത്തിയിട്ട് അങ്ങനെ അങ്ങ് പോവും. മുടി വലിയ കാര്യമായിട്ടുള്ള അലങ്കാര പണികളൊന്നും ചെയ്യാനൊന്നും നിൽക്കത്തില്ല. ഇതുപോലെ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവും. ഇത്രയും ഐറ്റംസ് ഇട്ട് ഒരുങ്ങിയാണ് ഞാൻ പോകുന്നത്. ഇതിനെ എങ്ങനെ പുട്ടിയെന്ന് വിളിക്കും? ഇതെങ്ങനെ പുട്ടിയാവും എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് ഒന്ന് കാണണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.